ഹായ് ഹലോ കുട്ടൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നമ്മളെ ഓട്ടുപാത്രങ്ങളൊക്കെ ഒന്ന് എല്ലാവരും നാളെ കർക്കിടകം ഒന്നല്ലേ നമ്മുടെ നിലവിളക്കൊക്കെ ഒന്ന് തേച്ച് കഴിയൊക്കെ വെക്കുന്ന തിരക്കിലായിരിക്കും. ക്ലാവ് പിടിച്ചൊക്കെ ഇരിക്കുന്നവ വൃത്തിയാക്കുന്ന തിരക്കിലായിരിക്കും. അപ്പോൾ അത് എത്രയും നല്ല പളുപിളാന്ന് തിളങ്ങുന്ന രീതിയിൽ വൃത്തിയാക്കുന്ന ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്ന എൻ്റെ നിലവിളക്കും എൻ്റെ പാത്രങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നതാണ്. അത് നമുക്ക് ഈ പാത്രം ഒന്ന് റെഡിയാക്കി എടുക്കാവേ ആയിട്ടായിരിക്കുന്നത്. അപ്പം നമുക്കതൊന്ന് വൃത്തിയാക്കാനായിട്ട് ഒരു ഈസി ആയിട്ടുള്ളൊരു ടിപ്പ് ഞാൻ പറയാവേ. നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് ഒന്ന് തിളപ്പിക്കാൻ വെച്ചു. അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഇത്തിരി നമ്മുടെ പിഴിപ്പുളി ഉണ്ടല്ലോ അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം കഴുകുന്ന ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഞാനിവിടെ എക്സോയുടെ ഡിഷ് വാഷാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന ഓട്ടുപാത്രങ്ങൾ നിലവിളക്കും തട്ടവും ഒക്കെ മുങ്ങിക്കിടക്കുന്ന പോലെ നമുക്കൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാവേ. എൻ്റെ ഒരു ചെറിയ നിലവിളക്കും പിന്നെ ചെറിയ ഒരു തട്ടവും വലിയ തട്ടമൊക്കെയാണ്. ഇത്രയും പാത്രങ്ങളാണ് ഉള്ളത്. ബാക്കി നിലവിളക്കൊക്കെ ഞാൻ തേച്ച് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കിനും ഇതൊന്ന് വൃത്തിയാക്കിയേക്കാമെന്ന് വെച്ച് അപ്പോൾ ഒരു വീഡിയോയും കൂടി എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കിതൊന്ന് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന പോലെ കൊടുക്കുന്നത്. ഇത് ഇച്ചിരി വെള്ളം കുറവാണ്. ഞാൻ കുറച്ചുകൂടി വെള്ളം ഒന്ന് ഒഴിച്ച് ഒന്ന് മുങ്ങി ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമുക്കൊരു 5 മിനിറ്റ് പോലും വേണ്ട, ഒരു 2-3 സെക്കൻഡ് എടുത്ത് വെള്ളം ഒന്ന് തിളയ്ക്കുന്ന താമസം. തിളച്ച് കഴിഞ്ഞ് ഒരു 2 സെക്കൻഡ് കൂടെ തിളച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. വെള്ളം തണുക്കുന്നത് വരെ വെള്ളം ഒന്ന് വെട്ടിത്തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നോക്കിയാൽ നന്നായിട്ട് വെള്ളം വെട്ടിത്തിളച്ച് വരുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഇട്ട് കൊടുത്ത കുഞ്ഞ് വാളംപുളിയുടെ പുളിയില്ലേ അതൊക്കെ ആ വെള്ളത്തിൽ ചേർന്ന് പുളിയുടെ നിറമാണ് കാണുന്നത്. നല്ലപോലെ തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തണുത്തതിന് ശേഷം ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് തേച്ചിട്ടൊന്നുമില്ല. വെള്ളം തണുത്തതിന് ശേഷം വെള്ളം മാറ്റിയിട്ട് ആ പാത്രം എടുത്തിവിടെ വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ പാത്രം കഴുകുന്ന ഒരു ഡിഷ് വാഷ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആ വെള്ളത്തിലൊഴിച്ച് അതേ ഡിഷ് വാഷിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാവേ. ഒരുപാട് ഉരച്ചൊന്നും കഴുകണ്ട. ഇനി നമുക്ക് വളരെ ഈസിയാണ്. ഏതെങ്കിലും ഒരു സ്ക്രബ് ഉപയോഗിച്ച് ജസ്റ്റ് നമ്മുടെ നിലവിളക്കും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഒരുപാട് ബലമൊന്നും പ്രയോഗിക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച കാരണം അതിനകത്തെ ക്ലാവും കറയും എല്ലാം ഇപ്പം ഇളകി വന്നിരിക്കുകയാണ്. ഇത് കണ്ടോ, നോക്കുമ്പോൾ തന്നെ അറിയാം. ചിലയിടത്തൊക്കെ ഉള്ളൂ ഇങ്ങനെ ചെറുതായിട്ട് പിടിച്ചിരിക്കുന്നത്. നമ്മൾ തേക്കുന്നതേ പോവും. ബാക്കിയുള്ളിടത്ത് കണ്ടോ ഒരുപാട് അഴുക്കൊന്നും ഇല്ലാത്തടത്തൊക്കെ നോക്കുമ്പോൾ ഇപ്പം തന്നെ നല്ല തിളക്കമായിട്ട് തോന്നുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡായിട്ട് എനിക്ക് തോന്നി കേട്ടോ. വളരെ ഈസിയാണ് കേട്ടോ. കാരണം ഈ പാത്രങ്ങളൊക്കെ ഒന്ന് ഡിഷ് വാഷും ഒരു കഷ്ണം പുളിയും കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി തീരും. നമ്മൾ ഒത്തിരി നേരം തേച്ചുടയ്ക്കേണ്ട. ഒന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോൾ തന്നെ അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കും ക്ലാവെല്ലാം മാറിപ്പോവും. അപ്പോൾ നമ്മൾ ഇടുന്നതിന് മുമ്പ് ഇതിലെ ഉള്ള എണ്ണയെല്ലാം മെഴുക്കെല്ലാം കളഞ്ഞൊന്ന് വൃത്തിയാക്കി വേണം പാത്രം വെള്ളത്തിലേക്ക് ഇടാൻ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് തേച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ടേ. റെഡിയാക്കി സാധാ ഡിഷ് വാഷ് തന്നെയാണല്ലോ, അതിലേക്ക് നമ്മൾ നാരങ്ങാനീര് ചേർത്തുന്നേ ഉള്ളൂ. എല്ലാം ഒന്ന് തേച്ച് നമുക്ക് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഈ പാത്രത്തിലേക്ക് കണ്ടോ ക്ലാവെല്ലാം പോയിട്ട് നല്ല തിളക്കമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വെട്ടത്തിൽ തന്നെ തിളങ്ങുന്നുണ്ട് നന്നായിട്ട്. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് കഴുകി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു വെള്ളത്തിൽ കഴുകിയെടുത്തുകൊണ്ട് വരാം. ഞാൻ കഴുകിയെടുത്തുകൊണ്ട് വന്ന് കാണിക്കാവേ. നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. അത്രയ്ക്ക് നല്ല കളറായിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ. ഞാനിത് വെട്ടത്ത് കൊണ്ട് വെച്ചപ്പോൾ തന്നെ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇത്രയും കളറുണ്ടോ എന്ന് ഓർത്തിട്ട്. കാരണം ഞാൻ ആദ്യം ഇത് കഴുകാൻ എടുത്തുകൊണ്ട് വന്നപ്പോൾ തന്നെ നിങ്ങൾ കണ്ടതാണ്, ഇച്ചിരി ക്ലാവൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഇത് കണ്ടോ നന്നായിട്ട് തിളങ്ങിയിരിക്കുന്നത്. അപ്പം വളരെ എളുപ്പത്തിലുള്ളൊരു മാർഗ്ഗമാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വരെ ടാറ്റാ ബൈ ബൈ.